ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ പുറത്ത് വന്നേക്കുക. റിയേച്ചി എൻ്റെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാനും റിയേച്ചിയും കാണാൻ പോവാം. ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ വന്നത്. അപ്പം ഇന്ന് എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം റിയേച്ചിനെ കാണാൻ പോവാം. അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ട് കറങ്ങാനൊക്കെ പോവാം. അങ്ങനെ പുറത്തിരിക്കുന്നത്. അപ്പോൾ റിയേച്ചി ഏകദേശം ഇവിടെ എത്താനായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിയേച്ചി വരുമ്പോൾ കാണിച്ചു തരാം. ഹായ്, റിയേച്ചി വന്ന് കുറേ നാളിന് ശേഷം റിയേച്ചിനെ കണ്ട് ഗൈസ്. ഹായ് ഹായ് ഗൈസ്, മൈലാഞ്ചി കിട്ടിട്ടുണ്ടല്ലോ. മൈലാഞ്ചി കാണിച്ചേ. ഹാപ്പി ഈദ് മുബാറക്. ഓ, ഇതിന്റെ ആയിരുന്നാ? അല്ല, കഴിഞ്ഞിട്ട് കുറെ കാലം ഏഞ്ചലൊക്കെ വീട്ടിൽ വന്നപ്പെട്ടതാ. അവർക്ക് ഇട്ടുകൊടുത്തപ്പം ഞാൻ വിട്ടു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയേക്കുവാണ്. ഞങ്ങള് ഇനി എങ്ങോട്ടാ പോകുന്നത്? മ്യൂസിയത്തിലേക്ക് പോവാല്ലേ? ശക്തൻ തമ്പുരാൻ മ്യൂസിയം എത്തിയിട്ടുണ്ട്. ഇതാണ് മ്യൂസിയം. ഞങ്ങളിവിടെ വന്നിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈം വരുന്നത്. ഇവിടെയാണ് ഗൈസ് ടിക്കറ്റ് എടുക്കാൻ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഇതാണ് പാലസ്, കാണാനൊക്കെ കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. 35 രൂപ. പിന്നെ ക്യാമറ വീഡിയോയ്ക്ക് 10 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഞങ്ങൾ അതൊക്കെ എടുത്ത് കയറി. 1 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ വൈകുന്നേരം കലയി 1 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആണോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് എൻട്രൻസ്. അതിൻ്റെ ഉള്ളിൽ നേരെ ഇതാണ് ചാരിയോട്ട്. ഫസ്റ്റ് ഇതാണ് വെച്ചേക്കുന്ന എൻട്രൻസിൽ. നല്ല ആർക്കിടെക്ചറൊക്കെ നല്ല രസമുണ്ടല്ലേ? മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫോട്ടോസ് പക്ഷേ എടുക്കാം. അതെന്താണെന്നറിയില്ല. ഫോട്ടോസ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷേ വീഡിയോ എടുക്കരുത്. അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി. ഇതാണ്, ഇവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, വീട് പോലെ. അതെന്തിനാന്ന് മനസ്സിലായില്ല. ഇവിടെ കൂടുതലും പഠിക്കുന്ന ആൾക്കാരാണ്. കുറേ പഠിക്കുന്നവർ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഫാമിലിയൊക്കെ. ചാമ്പങ്ങയൊക്കെ ഉണ്ട്. ചാമ്പങ്ങ റിയേച്ചി കട്ട് പറിച്ചു. പിന്നെ ദിന്നയുടെ ആഗ്രഹമാണ് അവിടെ പറയുന്നത്. നമുക്ക് എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഹെറിറ്റേജ് ഗാർഡനിലേക്ക് വന്ന് ഞങ്ങൾ. ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഇരിക്കാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലിവിടെ പഠിക്കുന്നവർ എനിക്കൊന്നും ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റോ, ഇവർ രണ്ടുപേരിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. കുറേ ക്ലീനിങ് ഒക്കെ ഉണ്ട്. ഇത് കുറേ നാൾ അടച്ചിട്ടേക്കുക, എന്നിട്ട് ഇപ്പോഴെങ്ങാണ്ടാണ് തുറന്ന്. ഹായ്, ഓറഞ്ച് കളർ മീൻ. വലിയ മീനുണ്ട് ഗൈസ് ഇവിടെ, പക്ഷെ വൃത്തിയൊന്നുമില്ല. അതാ ബ്ലാക്ക് കളറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതാ അതിലേ പോയി ബ്ലാക്ക്. ഓറഞ്ച് കാണാൻ കൊള്ളാല്ലേ? അതെന്താ പോലും, അതെന്താണെന്ന് അറിയില്ല. അത് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. നല്ല തണലുണ്ട് ഗൈസ്. അതാണ് ഏകൊരു സമാധാനം ഗൈസ്. അതെ, റിയേഷിന്റെ ബുദ്ധി പറഞ്ഞ കറക്റ്റ് തന്നെയായിരുന്നു. ഇത് ശവകുടീര, ടോംബ് ഓഫ് കൊച്ചിൻ രാമവർമ്മ. അതായത് നമ്മുടെ ശക്തൻ തമ്പുരാൻ. എന്നാൽ അത് മാത്രം സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്യാം. ഇതാ ഗൈസ്, വലിയ കിണർ റിയേച്ചി. വലിയ കുളമല്ല, വലിയ കിണർ. വെള്ളം ഉണ്ടോ നോക്കാം. വെള്ളമുണ്ട് ഗൈസ്. തേങ്ങയൊക്കെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വീണോ? തെങ്ങല്ലേ? അല്ല, ഈ കുഞ്ഞോട്ടിക്കൂടെ അവിടെ പൊട്ടി കിടക്കുന്നു. ആ ശരിയാ, ലോട്ട്സ് ഓഫ് തേങ്ങകളുണ്ട് ഇതിനകത്ത്. നല്ല വെള്ളം. പിന്നെ അതാ ഇത് എന്താണത്? തടാകം എത്തിയിരിക്കുന്നു. ഇവിടെ കുറെ ആൾക്കാർ വന്നിരിക്കും. ഇതെന്താന്ന് ഞങ്ങൾക്കറിയില്ല. ഇരിക്കാനുള്ളതെന്ന് തോന്നുന്നു. വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് ഹാരിപ്പിലുള്ള
കൊറേ പേര് ശവകുടീര് ഇവിടെ തന്നെ ഇട്ടാവുള്ളത്. അത് അടുത്ത ആരുടെയോ ഒരു ചെറുക്കനൊക്കെ മുകളിൽ കയറിയിരിക്കുന്നു. ഞങ്ങൾ അറിയാണ്ട് കപ്പിൾസ് ഏരിയയിലായി പോയി എത്തിയത്. ഏതോ ഒരു കാട് ഫുള്ള് ഒച്ച ചീടിന്റെ. പിന്നെ കൊറേ ആൾക്ക് പെണ്ണും ചെക്കനൊക്കെ ഉണ്ട്. നമ്മള് മാത്രം രണ്ടുപേരും തേരാപ്പാര നടക്കുന്നു. വഴിയും അറിയുന്നില്ലേ. ഇപ്പൊ ഏതാണോ ഫ്രണ്ടിലിട്ട് കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നിച്ചത്. കറങ്ങി അവിടെ തന്നെ എത്തണമായിരിക്കും. ശരിയാ, കപ്പിൾസിനെ ഒന്നും ഞാൻ എടുക്കാം. ഇതാണ് സാക്രഡ് ഗ്രോവ്. ഞങ്ങൾക്ക് ഇത് 3rd സെമ്മിൽ ഉണ്ടായിരുന്നു പഠിക്കാൻ. പക്ഷെ ഇത് ഞാൻ ചോദിച്ചപ്പോൾ പഠിച്ചിട്ടും തെറ്റി എഴുതി വെച്ച്. എൻ്റെ കയ്യിൽ ഞങ്ങളങ്ങനെ ഏതോ വഴിയിലെത്തിക്കണം. ഇനി വഴി കണ്ടുപിടിച്ച് കുറച്ച് പോവാനുണ്ട്. പുറത്തിറങ്ങിയിട്ട് കാണാൻ കഴിക്കുന്നു. അതെ, പുറത്തിറങ്ങിയിട്ട് കാണാം ഗൈസ്. കുറച്ച് ദൂരം ഉണ്ട്. ചിക്കാൻ തുടങ്ങി ഗൈസ്. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല ഉള്ളിൽ കഴിക്കാനൊന്നും. പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കേണ്ടി വരും. എന്താ ഇപ്പൊ കഴിക്കാവോ? എനിക്കൊന്നും അതാന്ന് തോന്നുന്നു പുറത്ത് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ശക്തൻ തമ്പുരാൻ വിസിറ്റൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസൊക്കെ ഞാൻ പിന്നെ അറ്റാച്ച് ചെയ്ത് അത് ആഡ് ചെയ്യാം. എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ വോയിസ് ഓവർ കൊടുത്തിടാം. ഇനി പുറത്തിറങ്ങിയിട്ട് കാണാം ഗൈസ്. ബൈ ഗൈസ്. അയ്യോ ബൈ ഗൈസ്. അപ്പം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ചൂടനെ കണ്ടുമുട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മൾ കാണും അല്ലേ? കാണണമല്ലോ.